വേദനയും മാനസിക ശാരീരിക സംഘർഷങ്ങളുമായി ആർത്തവ ദിനങ്ങൾ കഴിച്ചുകൂട്ടുന്ന ധാരാളം പേരെ നമ്മൾ ചുറ്റും കാണാറുണ്ടല്ലേ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബെഞ്ചിൽ ചുരുണ്ട് കിടക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ട ഒരു ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. എന്നാൽ വിപ്ലവകരമായ മാറ്റത്തിലാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് മാത്രമായി ഒരിടം അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് മാറ്റമെന്നല്ലേ കണ്ടിട്ട് വരാം. പെണ്ണിടങ്ങൾക്കായുള്ള മാറ്റം ഇതാ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. പെൺമക്കളെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള പുത്തൻ ആശയം, അതാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 3-4 വർഷമായി കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ ക്ലാസ് മുറികൾക്കപ്പുറം മറ്റൊരു മുറി കൂടി കാണാം, ഒപ്പം മുറി. വയ്യാതായാൽ ക്ലാസ് മുറിയിൽ കിടക്കേണ്ടതില്ല, എല്ലാ സൗകര്യങ്ങളോടും കൂടി ആ മുറിയിലേക്ക് പോകാം. നമുക്ക് വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിടക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹോട്ട് ബാഗ് ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും തലവേദനയോ വയറുവേദനയോ ഒക്കെ നമുക്ക് മറ്റേത് ക്ലാസ് ടീച്ചർമാർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കിടക്കുമ്പോൾ ആ ബെഞ്ച് മൊത്തം ഒഴിപ്പിച്ച് കുട്ടികളെ മാറ്റി വേറെ സ്ഥലത്തേട്ട് ഇരുത്തേണ്ടി വരും. ഇപ്പോൾ റൂമിലോട്ട് വന്ന് കിടക്കുമ്പോൾ ക്ലാസ്സിലെ ബഹളത്തിൽ നിന്ന് ഇവിടെ കുറച്ചുകൂടെ ശാന്തമായിരിക്കും. അപ്പം നമുക്ക് കിടക്കാനും കുറച്ചുകൂടെ നല്ലതാണ് ഒപ്പം റൂമിൽ വന്നതിന് ശേഷം. IB സതീഷ് MLA നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഇന്ന് കാട്ടാക്കട മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും എത്തിക്കഴിഞ്ഞു. നമുക്ക് ബെഡുണ്ട്, കുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് ബെഡുണ്ട്, അതുപോലെ വീൽ ചെയറുണ്ട്, വെയിറ്റ് മെഷർ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ, വാട്ടർ പ്യൂരിഫയർ, ചെയർ, ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനവും കുട്ടികൾക്കുണ്ട്. ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ കാണും. അപ്പം വയ്യാത്ത അസുഖങ്ങളൊക്കെ കാണും. പിന്നെ PTA ഒക്കെ കഴിഞ്ഞ് വരുമ്പം വയ്യാത്തവരും അങ്ങനെ തളർന്നു പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. എനിക്ക് ഒരു ദിവസം വരേണ്ടി വന്നിട്ടുണ്ട്. അന്ന് പനി വന്നപ്പോഴായിരുന്നു. അന്ന് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റില്ല, കാര്യം മറ്റു പിള്ളേർക്കും പകരും. അങ്ങനെ മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്കത് ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്യാം. ആർത്തവാവധി കൊടുത്ത ക്യാമ്പസ് ഉള്ള നാടാണിത്. അവിടെയാണ് നമ്മുടെ കുട്ടികളെ അറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വളരെ സൗകര്യപ്രദമായ രീതിയിൽ കുട്ടികൾക്ക് ഒരിടമൊരുക്കുന്ന സ്കൂളുകളുള്ളത്. ഇത് 1-2 സ്കൂളുകളിൽ ഒതുങ്ങേണ്ടതല്ല. ഒപ്പം പദ്ധതി എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ കാട്ടാക്കട മോഡൽ കേരളം മുഴുവൻ അങ്ങോട്ട് പടരട്ടെ അല്ലേ. ഇതിനെയൊക്കെയാണ് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ ബാബു ഒനിയിൽ പറയുന്നുണ്ട്, സൂപ്പർ കാട്ടാക്കട സ്കൂളിനും അഭിനന്ദനങ്ങൾ. അപ്പോൾ MLA IB സതീഷിനും അഭിനന്ദനങ്ങൾ, അങ്ങനെ കൂടി പറയാം.